സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ച എറണാകുളം കലൂർ ഐഡലി കഫയിൽ സംയുക്ത പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ എറണാകുളം ACPയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. അവിടുന്ന് നിതിൻ, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഒരു കൃത്യതയാർന്ന വിവരം ഈ ഘട്ടത്തിലും വന്നിട്ടില്ല. പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ശാസ്ത്രീയ പരിശോധനയൊക്കെ വേണ്ടിവരും. അതുപോലെ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അതൊക്കെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, എന്തായാലും കലൂർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഐഡലി കഫേയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. സംയുക്തമായിട്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പോലീസുണ്ട്, അതോടൊപ്പം തന്നെ ഫോറൻസിക്, കൂടാതെ PWD, അതോടൊപ്പം നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എറണാകുളം ACPയുടെ നേതൃത്വത്തിലാണ് പരിശോധന വൈകിട്ട് ഇവിടെ ആരംഭിച്ചത്. ഒരു വിശദമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും പൊട്ടിത്തെറിയുടെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പൊട്ടിത്തെറിയുടെ കാരണം കണ്ടെത്തിയുള്ള പരിശോധനകളാണ് ഇപ്പോഴും തുടരുന്നത്. എന്തായാലും ഇതിനുശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതിൽ കൃത്യമായ കാരണങ്ങൾ എന്താണ് പൊട്ടിത്തെറി സംബന്ധിച്ച് വിവരങ്ങൾ ഉണ്ടാകും. ഇന്നലെ വൈകിട്ട് 4-ഓടുകൂടിയാണ് സ്റ്റീമർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. ഉഗ്രശബ്ദത്തോടുകൂടിയാണ് കഫയുടെ അടുക്കള പരിസരത്ത് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. പൊട്ടിത്തെറിയിൽ ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പരിശോധന സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ പോലീസ് കൃത്യമായ വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. പരിശോധനയ്ക്ക് ശേഷം ഒരു വിശദമായ പരിശോധന ഇന്ന് തുടരും. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് തുടങ്ങിയ പരിശോധനകളാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. ACPയുടെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘം, അതോടൊപ്പം നഗരസഭാ അധികൃതർ, കൂടാതെ PWയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഐഡലി കഫേയിൽ തുടരുന്നത്. വിജയകുമാർ, പരിശോധന നടക്കുകയാണ്. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വ്യക്തത വന്നിട്ടില്ല. പല സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും. എന്തുകൊണ്ടാണ് അത്തരമൊരു അപകടം ഉണ്ടായത് എന്നറിയാൻ